ഇന്ന് നമുക്ക് 4ാം ക്ലാസ്സിലെ ഫിഖ്ഹ് ചോദ്യപേപ്പർ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒന്നാമത്തെ ഭാഗം തന്നിട്ടുള്ളത് ശരിയായ ഉത്തരങ്ങൾക്ക് നേരെ ടിക്ക് ഇടാനായിട്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ദിവസങ്ങളുടെ നേതാവ്. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ ഞായർ, തിങ്കൾ, വെള്ളി ഇങ്ങനെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ദിവസങ്ങളുടെ രാജാവ് വെള്ളി. രണ്ടാമത്തെ ചോദ്യം ജുമാ നിസ്കാരം. അപ്പം അത് എത്ര റക്കായത്താണെന്നാണ് ചോദ്യം. അപ്പം അതിൽ ബ്രാക്കറ്റിൽ 2 റക്കായത്ത്, 3 റക്കായത്ത്, 4 റക്കായത്ത്. അപ്പം അതിൻ്റെ ശരിയായ ഉത്തരം 2 റക്കായത്ത്. ഇനി മൂന്നാമത്തെ ചോദ്യം റവാത്തിബിൽ ശക്തിയായത്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് 10 റക്കായത്ത്, 12 റക്കായത്ത്, 22 റക്കായത്ത്. അപ്പം അതിൻ്റെ ഉത്തരം ഏതാ? 10 റക്കായത്ത്. ഇനി നാലാമത്തെ ചോദ്യം അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ. അപ്പോൾ അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ ഇവിടെ ബ്രാക്കറ്റിൽ സുന്നത്ത്, കറാഹത്ത്, ഫറല്. അപ്പോൾ അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ ഫറല്. അടുത്ത ചോദ്യം നജസുകൾ. അപ്പോൾ നജസുകൾ എത്ര വിധം എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 2 വിധം, 3 വിധം, 4 വിധം. അപ്പോൾ അതിൻ്റെ ശരിയുത്തരം 3 വിധം. ഇനി ആറാമത്തെ ചോദ്യം കുളിയുടെ ഫറലുകൾ. അപ്പോൾ കുളിയുടെ ഫറലുകൾ എത്ര എന്നാണ്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 2 വിധം, 3, 4. അപ്പോൾ കുളിയുടെ ഫറലുകൾ എത്രയാ? 2. അപ്പോൾ ഇതുപോലുള്ള എണ്ണങ്ങളും നമ്പറുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഭാഗം തെറ്റുകൾ ശരിയാക്കുക. അപ്പോൾ തന്നിട്ടുള്ള ചോദ്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി എഴുതാനാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം ജുമഅക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് മഅ്മൂം കരുതണം. അപ്പോൾ ഇവിടെ എന്താണ് തെറ്റ് എന്ന് നമ്മൾ കണ്ടെത്താം. ചിലപ്പോൾ അക്ഷരത്തെറ്റ് വരാം, ചിലപ്പോൾ നമ്പറുകളുടെ തെറ്റൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ ജുമഅക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് മഅ്മൂം കരുതണം. അപ്പോൾ അവിടെ സ്പെല്ലിങ് മഅ്മൂം എന്നുള്ള എഴുതിയിട്ടുള്ളത് അക്ഷരത്തെറ്റാണുള്ളത്. അപ്പം അത് തിരുത്തി എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. അപ്പോൾ അവിടെ എന്താണ് തെറ്റെന്ന് നോക്കുക. അപ്പോൾ ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ 3 കാര്യങ്ങളാണ് നിർബന്ധമായിട്ടുള്ളത്. അപ്പോൾ 4 എന്നുള്ളത് 3 എന്നാക്കി എഴുതാം. അടുത്ത ചോദ്യം ഹൈല് നിഫാസ് ഉള്ള അവസരത്തിലെ നോമ്പ് ഖളാ വീട്ടൽ കറാഹത്താണ് എന്നാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഹൈല് നിഫാസ് ഉള്ള അവസരത്തിലുള്ള നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ് എന്നാണ് ഉത്തരം. അപ്പോൾ കറാഹത്താണ് എന്നുള്ളത് മാറ്റി നിർബന്ധമാണ് എന്നാക്കണം. അടുത്ത ചോദ്യം ചുരുങ്ങിയ ഹൈല് അല്പസമയമാണ്. അപ്പോൾ ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം എത്ര എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം അല്പസമയമല്ല, 1 ദിവസമാണ്. അപ്പോൾ അത് അല്പസമയം എന്നുള്ളത് 1 ദിവസമാണ് എന്ന് മാറ്റി എഴുതാം. അടുത്തത് വ്യക്തമാക്കാം. അതിലാദ്യത്തേത് തയമ്മും. അപ്പോൾ തയമ്മും എന്താണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉത്തരം തയമ്മും എന്നാൽ നിയത്തോടു കൂടി മുഖത്തും 2 കൈകളിലും ത്വഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ്. ഇനി രണ്ടാമത്തേത് ഹൈല്. എന്താണ് ഹൈല് എന്ന് നമ്മളിവിടെ വ്യക്തമാക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം സ്ത്രീകളുടെ ഗർഭപാത്രത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം, ഇതാണ് ഹൈല്. അടുത്തത് തുമഅനീന. അപ്പോൾ തുമഅനീന എന്നാൽ എന്താ? അനക്കം, അടങ്ങലാണ് തുമഅനീന. ഇനി അടുത്ത ചോദ്യം ഇസ്തിൻജാ. അപ്പോൾ ഇസ്തിൻജാ എന്നാൽ മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ എന്ന് പറയുന്നു. ഇനി അടുത്തത് 2 വീതം എഴുതാം. ഓരോ ചോദ്യങ്ങൾക്കും 2 ഉത്തരങ്ങൾ എഴുതാൻ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം ജുമാ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ. അപ്പോൾ അതിൽ നിന്നും 2 എണ്ണം ഇവിടെ എഴുതണം. അപ്പോൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പാലിക്കേണ്ട സുന്നത്തുകൾ
നഖം മുറിക്കുക, കുളിക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, നേരത്തെ പോകുക, സുഗന്ധം ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സുന്നത്തുകൾ. ഇതിൽ നിന്നും 2 മാത്രം ചോദ്യപേപ്പറിൽ എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, സുന്നത്തു നിസ്കാരങ്ങൾ. അപ്പോൾ 2 സുന്നത്ത് നിസ്കാരങ്ങളുടെ പേര് ഇവിടെ എഴുതണം. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ തറാവീഹ്, ലുഹ, തഹജ്ജുദ്, തഹിയ്യത്ത്, 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതിൽ നിന്ന് 2 എഴുതുക. പഠിക്കുമ്പോൾ ഇത് മുഴുവൻ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: നിസ്കാരം, ത്വവാഫ്, മുസഫ് തൊടലും ചുമക്കലും, ജുമയുടെ ഹുത്തുബ, സുജൂദ്. അപ്പോൾ ഇതിൽ നിന്നും 2 പഠിച്ചെഴുതാം. അടുത്തത് കുളിയുടെ സുന്നത്തുകൾ. അതിൻ്റെ 2 എഴുതണം. അപ്പോൾ കുളിയുടെ സുന്നത്തുകളിൽ പെട്ടതാണ് തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, ശരീരത്തിൽ നിന്നും മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക, കുളിയുടെ തുടക്കത്തിൽ വുളൂ ചെയ്യുക, കുളി കഴിഞ്ഞ ഉടനെ വുളൂവിന് ശേഷമുള്ള ദുആ ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്നിവയെല്ലാം. അപ്പോൾ ഇതിൽ നിന്നും 2 നമ്മൾ ചോദ്യപേപ്പറിൽ എഴുതണം. അപ്പോൾ എല്ലാം മുഴുവനായിട്ടും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് ഉത്തരം എഴുതാം. അപ്പോൾ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം, വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ? അപ്പോൾ അതിൻ്റെ ഉത്തരം, നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. രണ്ടാമത്തെ ചോദ്യം, കുളി എന്നാൽ എന്ത്? നിയത്തോടു കൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ഇനി അടുത്ത ചോദ്യം, ഫർള് നിസ്കാരത്തിൽ ഖിയാമ് നിർബന്ധം ആർക്ക്? ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കൽ നിർബന്ധമാണ് ആർക്ക്? അപ്പോൾ അതിൻ്റെ ഉത്തരം, നിൽക്കാൻ കഴിവുള്ളവന് നിൽക്കൽ നിർബന്ധമാണ്. ഇനി അടുത്ത ചോദ്യം, സ്വലാത്തിൻ്റെ ഫർളായ വചനം ഏത്? അപ്പോൾ അതിൻ്റെ ഉത്തരം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഒന്നാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹു ഡാഷ്. അപ്പം അതിൻ്റെ ഉത്തരം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അടുത്തത്, ലാ സ്വലാത്തി ലിമൻ ലം യഖ്റഅ ഡാഷ് കിതാബ്. അപ്പം അതിൻ്റെ വിട്ടുപോയ ഭാഗം, ലാ സ്വലാത്തി ലിമൻ ലം യഖ്റഅ ബിൽ ഫാത്തിഹത്തിൽ കിതാബ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ എഴുതണം.